ചിരി ആളുകളെ പറ്റിക്കാനുള്ള ചിരിയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ജയിലിൽ കൊണ്ട് അടയ്ക്കൂലല്ലോ. ഇത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്, മനുഷ്യാവകാശ ലംഘനമാണ്. കോടതിയുടെ ഇഷ്ടം പോലെ ചെയ്യാൻ കോടതിയെ കുറിച്ചൊന്നും പറയുന്നില്ല, പക്ഷെ ഗവൺമെന്റിൽ ഇടപെടാം. അതുകൊണ്ട് നമ്മളിവിടെ കഞ്ഞി വെക്കാൻ വേണ്ടി പോവാണ്. ബലമായി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയണോ? നമ്മളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയാൽ നമ്മളാരും വീട്ടിലേക്ക് പോകുന്നുണ്ടോ? എല്ലാവരും ജയിലിലേക്ക് പോകണം. ഈ ഫോറസ്റ്റുകാരുടെ ഈ തെറ്റായ നടപടി അവസാനിപ്പിക്കാൻ ഇതേ മാർഗമുള്ളൂ. നമ്മൾ പെട്ടെന്ന് ഓടി വന്നതൊന്നുമല്ല. കഴിഞ്ഞ ദിവസം പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്, ജയിലടച്ച ആദിവാസികളെ വിട്ടയച്ചില്ലെങ്കിൽ നമ്മൾ എവിടെ പോയി ജീവിക്കും? കാണുന്നില്ലേ? കണ്ണു തുറന്ന് കാണണ്ടേ ഗവൺമെന്റ്? ഈ കുട്ടികൾക്ക് സ്കൂളിൽ പോണ്ടേ? ഇവർക്ക് ഭക്ഷണം കഴിക്കണ്ടേ? ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം ശമ്പളം മാസം കിട്ടും, പോലീസുകാർക്കും കിട്ടും, മന്ത്രിക്കും കിട്ടും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസമില്ലാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രയാസമാണ്. അതുകൊണ്ടാണ് ഇതൊരു സമര രീതിയാണ്. ഒരു ജനവിഭാഗത്തോട് ഇങ്ങനെ നന്ദികേട് കാണിക്കാൻ വേണ്ടി പാടില്ല, ഇത്ര ഭീകരമായി പെരുമാറാൻ വേണ്ടി പാടില്ല. നിങ്ങൾ കാണുന്നില്ലേ, അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത് എത്രയാ? നൂറുകണക്കിന് പോലീസുകാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുമാണ്. നമ്മളെന്താ കട്ടവരാണോ? നിയമം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. 50 കോടി രൂപ കൊടുത്തിട്ടുണ്ട് ഇവരുടെ കയ്യിൽ, എന്നിട്ട് ഒരു തുണ്ട് ഭൂമി മേടിക്കുന്നില്ല. അവിടെയാണ്. അതുകൊണ്ടാണ് പോലീസുകാരോട് ഞങ്ങൾ പറയുന്നത്, ഇത് നിങ്ങൾക്കെതിരായുള്ള സമരമല്ല, നിങ്ങൾ സംരക്ഷിക്കാനൊക്കെ വരണം. സംരക്ഷിക്കാൻ വരുന്നത് ആദിവാസികളെയും കൂടി സംരക്ഷിക്കാൻ ഉത്തരവാദിത്തങ്ങൾക്കുണ്ട്. ഈ ഓഫീസ് മാത്രമേ കെട്ടിപ്പിടിച്ചു നിന്നിട്ട് ഒരു കാര്യമില്ല. ഓഫീസ് കെട്ടിപ്പിടിച്ചു നിന്നിട്ട് എന്താ കാര്യം? ജനങ്ങൾക്ക് ജീവിക്കണ്ടേ? അതുകൊണ്ട് ഇതിങ്ങനെ കെട്ടിപ്പിടിച്ചു നിന്നുകൊണ്ടൊന്നും കാര്യമില്ല. ഇവിടെ ഞങ്ങൾ വേറെ ഒന്നും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. ഇത് ഞങ്ങളുടെയും കൂടി ഓഫീസാണ്. പോലീസുകാർ മനസ്സിലാക്കണം, ഇത് ഞങ്ങളുടെയും കൂടി ഓഫീസാണ്. നിങ്ങളുടെ സ്വന്തം ഓഫീസൊന്നും അല്ലാതെ ജനങ്ങളുടെ ഓഫീസാണ്, ആദിവാസികളുടെ ഓഫീസാണ്. അവിടെ വരാൻ സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ജനാധിപത്യ അവകാശമാണ്? ഇവിടെ ഞങ്ങളൊരു ഫയൽ എടുക്കുന്നില്ല, ഒരു ഓടിന്റെ കഷ്ണം പോലും പൊട്ടിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, ഒരു കടലാസ് പോലും കീറാൻ വേണ്ടി തയ്യാറാവുന്നില്ല. അതല്ല ഞങ്ങളുടെ മുതലാണ്, അത് സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. അതിനെ നിങ്ങൾ വേറെ രീതിയിൽ നേടാൻ വേണ്ടി തയ്യാറാവേണ്ട. ഇവിടെ നിങ്ങളെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വരട്ടെ, കളക്ടർ വരട്ടെ, RDO വരട്ടെ, അവരെല്ലാം വന്ന് ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനം ഉണ്ടായാൽ നമുക്ക് പിരിയാം. ഇല്ലെങ്കിൽ ഇവിടെ കൂടുക. നമുക്ക് വീട്ടിൽ കൂടിയാലും കണക്കാണ്, നമുക്ക് ഇവിടെ കൂടിയാലും കണക്കാണ്.